ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതത്തിലേക്ക്, കർമ്മപഥത്തിലേക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയുടെ വലിയൊരു ലോകമാണ്. പ്രത്യേകിച്ച് ഗുരുവിൻ്റെ രചനകളിലേക്ക് കടന്നേൽ കാവ്യാനുഭവങ്ങൾ ആത്മോപദേശകമായാലും ശിവശതകമായാലും മറ്റ് സ്തോത്രരചനകളൊക്കെ ആയാലും അതിലെല്ലാം കാൽപ്പനികമായ ഭാവം ഉള്ളിലുണ്ടായിരുന്നു. യോഗാത്മകമായ ഒരു കാവ്യ രചനാ രീതി ഗുരുദേവനുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിനായി ശിവശതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഴകൊടു ഭാരത യുദ്ധമദ്രിയിന്മേൽ മുഴുചെവിയൻ മുറി കൊമ്പ് കൊണ്ട് മുന്നം എഴുനിറ ചെളിയോർ കിണങ്ങി നിൽക്കും മുഴുമതിയാകിയ മൂർത്തി കാത്തുകൊള്ളുക എന്ന് തുടങ്ങി 99-ാം പദ്യത്തിലെത്തുമ്പോൾ അമരവാഹിനി പൊങ്ങി വരുന്നതിലേക്ക് അമരമെന്ന കണക്കുപടങ്ങളും സമരസത്തിൽ വിരിച്ചരവങ്ങളോട് അരിമയച്ചിടയാടിയെടുക്കണം എന്ന് കഴിഞ്ഞ് നാം 100-ലേക്ക് എത്തുമ്പോൾ അവിടെ ശിവഭഗവാനില്ല. പിന്നെ എന്താണ്? ഒരു ദേവലോകക്കുളമാണ് കാണുന്നത്. ദേവലോകക്കുളം. ആ ദേവലോകക്കുളത്തിൽ ഒരാമ്പൽ വിടർന്നു നിൽക്കുന്നതാണ്. ആമ്പലും അമ്പലവും അമ്പലിയുമെല്ലാം ഗുരുവിന് ഏറെ പ്രിയങ്കരമായ ബിംബങ്ങളായിരുന്നു. ഗുരുവിന് മാത്രമല്ല, സഹൃദയർക്കായ ഏവർക്കും. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു പോകുന്ന കാഴ്ചയാണ് നമുക്ക് സൂക്ഷ്മദൃക്കുകൾക്ക്, ഭാവനാശാലികൾക്ക് കാണുവാൻ സാധിക്കും. ആത്മാനുഭൂതിയാകുന്ന ചന്ദ്രികയേറ്റ് ഒരാമ്പൽ വിടരുകയാണ്. അതിവിടെ ദേവലോകക്കുളത്തിലാണ്. ദേവലോകക്കുളമെന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ സുഖീയമായ ഒരു അനുഭവത്തിലേക്ക് പോകും. ദേവലോകം അങ്ങനെയാണല്ലോ. ദേവലോകത്ത് അല്ലലൊന്നുമില്ല. അല്ലലും അലട്ടലും ഇല്ലാത്ത ലോകമാണ് ദേവലോകം. അവിടെ യാതൊരു വിവേചനങ്ങളുമില്ല. ഭയങ്കര സുഭിക്ഷമായൊരു പ്രദേശമാണ്. ആശാൻ പാടിയതുപോലെ ഇത്തര സ്വർഗമായി തീർന്നിരട്ടെ, സത്യം ശ്വസിച്ചും സമത്വമാർന്നും സ്നേഹസത്വം നുകർന്നും കൃതാർത്ഥരായി സദ്ധർമ്മത്തോടെ ചരിക്കട്ടെ മാനവർ ഇത്തര സ്വർഗമായി തീർന്നിരട്ടെ എന്നാണ് ആശാന്റെ സ്വപ്നം. ആ സ്വർഗത്തെ ഗുരു ദേവലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദേവലോകം സ്വർഗമാണ്, സ്വർഗത്തിൻ്റെ സ്വർഗീയമായ അനുഭവങ്ങൾ അവിടെ ഉണ്ടാകും. അവിടെ വല്ല പക്ഷഭേദങ്ങളായി ഒന്നും തന്നെ ഇല്ല. മാനവരൊറ്റയ്ക്ക് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള രീതിയിൽ വിവേചനങ്ങളില്ലാത്ത ഒരു ഭൂമികയാണത്. ആ ഭാഗത്ത് നമ്മളൊന്ന് കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ആമ്പൽ എങ്ങനെയാണ് വിടരുന്നത്? എന്താണ് ഈ ആമ്പൽ? ആമ്പൽ എന്തിനു പ്രത്യേകത? താമരയായിക്കൂടായിരുന്നോ എന്ന് ചിന്തിക്കാം. പക്ഷേ താമര അല്ല ആമ്പൽ. താമരയ്ക്ക് താമരേതായൊരു പ്രഭാവമുണ്ട്. സൂര്യനോടാണത് അടുക്കുന്നത്. ആമ്പലാവട്ടെ അമ്പിളിയോടാണ്. ആമ്പലും അമ്പിളിയും വല്ലാത്ത ചേരുവയാണ്. അത് കാൽപ്പനികമായ ഭാവമാണ്. അവിടെ ഗുരുദേവൻ വല്ലാത്തൊരു അനുഭൂതിയുടെ ലോകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഗുരുദേവൻ ഞാൻ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഗുരുദേവൻ ഇതെല്ലാം ശിവനെ പ്രതിഷ്ഠിച്ചു, സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചു, ദീപവും പ്രഭയും പ്രതിഷ്ഠിച്ചു, വിളക്ക് പ്രതിഷ്ഠിച്ചു, ഓങ്കാരം പ്രതിഷ്ഠിച്ചു. അങ്ങനെ എത്രയൊക്കെ പ്രതിഷ്ഠ നടത്തിയപ്പോഴും ഇവിടെ ഗുരുദേവൻ അക്ഷരങ്ങൾ കൊണ്ട് ആമ്പലിനായ ഒരു അമ്പലം പണിതിരിക്കുന്നു. വല്ലാത്തരം അക്ഷരങ്ങൾ കൊണ്ട് ആമ്പലിനായ അമ്പലം പണിതു നമ്മുടെ ഗുരുദേവൻ. അപ്പോൾ ഗുരുദേവനെ ഞാൻ കാണുന്നത് അങ്ങനെ ഒരു അമരസിംഹാസനത്തിലാണ്. കാരണം ഇത് നിസ്സാരമായൊരു ഭാവനയല്ല.
ഒരിക്കൽ നിത്യചൈതന്യയോട് ശിവഗിരിയിൽ വെച്ച് നമ്മൾ ബ്രഹ്മവിദ്യാർത്ഥികൾ ചോദിച്ചു, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുദേവ രചന ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഇങ്ങനെ പാടി: ഒഴുമതി കൊണ്ട് കൊടുത്തു ലോകമെല്ലാം, ഒളിതിരുളുന്നൊരു വെണ്ണിലാവ് പൊങ്ങി, തെളുതള വീശി വിളങ്ങി ദേവലോകക്കുളമതിൽ ആമ്പൽ വിടർന്നതാണ്. ഒരാമ്പലാവായ അത്രയ്ക്ക് ഒരു വല്ലാത്ത മനോഹരമായ ഭാവമാണ്, വല്ലാത്ത സൗമ്യമാണ്. ഇതെങ്ങനെയെല്ലാം നമ്മൾ അതിനെ സമീപിച്ചാലും അവിടെ നമുക്ക് ഒരു 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 അനിർവചനീയമായ ഒരു ഭാവം, വല്ലാത്തൊരു സുഖം തോന്നുന്ന ഭാവം, ഒരു ആമ്പൽ വിടരുക. കാരണം ആമ്പൽ വിടരുന്നത് നമ്മളാരും കാണാറില്ല, അദൃശ്യമാണ്. ദൈവികതയുടെ ഭാവം അതിലേക്ക് വരുന്നുണ്ട്. ചന്ദ്രൻ ഉദിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ആ ഭാവം ദൈവത്തിൻ്റെ ഒരു മന്ദസ്മിതമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു ആമ്പലിന് വേണ്ടി അക്ഷരങ്ങൾ കൊണ്ട് അമ്പലം പണിത ഗുരുവിനെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. നന്ദി, നമസ്കാരം.